ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എൻ്റെ ഇക്കാക്ക ഇവിടെ ഉള്ളതിൻ്റെ ഒരു വിശേഷങ്ങളും അങ്ങനത്തെ ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇക്കാക്ക തിരിച്ച് പോകാൻ മീൻസ് ദുബായിലോട്ട് പോവാട്ടോ. ദുബായിലോട്ട് പോയിട്ട് 2 ദിവസം അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലഗേജിലൊന്ന് ആക്കി കൊടുക്കുകയാണ്, എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ പറയുക, ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പുലർച്ചെ വന്നു, പിറ്റേ ദിവസം പോയ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. കറക്റ്റ് പറയുകയാണെങ്കിൽ ബുധനാഴ്ച രാത്രി ആളിവിടെ എത്തി, പുലർച്ചെ നമ്മൾ റൂമിലെത്തി. തിരിച്ച് ഒരു ദിവസം നമുക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മസ്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ പിറ്റേ ദിവസം വ്യാഴാഴ്ച ഹസ്ബൻഡ് ഓഫാക്കി, അതായത് ഓഫീസ് ഓഫ് ചെയ്തിട്ട് അളിയനെയും കൊണ്ട് കറങ്ങണ്ടേ, അപ്പം അങ്ങനെയൊക്കെ. പിന്നെ വെള്ളിയാഴ്ച അതാ നമ്മൾ രാവിലെ ഇപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. ലഗേജ് കുഴപ്പമൊന്നുമില്ല, 20 കിലോ ദുബായിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് കുഴപ്പമില്ല, 20 കിലോൻ്റെ താഴെ ഉള്ളൂ സാധനങ്ങളൊക്കെ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇക്കാക്ക് ഇനി ദുബായി പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും 30 കിലോ പറ്റുള്ളൂ, എക്സ്ട്രാ 10 kg ഒക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, കുറച്ച് നട്ട്സും കുറച്ച് ചോക്ലേറ്റ്സും മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് നമ്മളൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ അത്രയും ഇക്കാക്ക് വേണ്ട ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വെറും കൈയോടെ പറഞ്ഞേക്കാം. അപ്പം ആ ഒരു എന്താ പറയുക, അളിയനോടുള്ളൊരു ചെറിയൊരു ഇതിൻ്റെ പേരിലും അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻ്റെ നാത്തൂന് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാക്കാൻ്റെ വൈഫ്, ഞാൻ ബീഫൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂന്തൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂന്തലൊക്കെ സത്യം പറഞ്ഞാൽ കുറേ ആയി കഴിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ അവർ ജുമ കഴിഞ്ഞ് വരുമ്പം ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ മന്തിയും നല്ല അൽഫാം മന്തിയും നമ്മുടെ നോർമൽ മന്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂന്തൽ ഫ്രൈയും എല്ലാം കൂടെ കഴിച്ചതാണ്. നമ്മളിനി എന്താ പറയുക, കാക്കാനെ കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം കേട്ടോ. എൻ്റെ മോനക്കൊന്നും സത്യം പറഞ്ഞാൽ കാക്കാനെ അങ്ങനെ കളിക്കാനൊന്നും കിട്ടിയിട്ടില്ല. മോൾക്കാണ് പിന്നെയും, മോളൊക്കെ കുറച്ചൊക്കെ അവർക്ക് വീട്ടുകാരും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മോനക്കൊന്നും തീരെ അങ്ങനെ ഒരു ഓവറോൾ കമ്പനി ആയിട്ടില്ല. പക്ഷേ എന്നാൽ 2 ദിവസം നിന്നുകൊണ്ട് തന്നെ മോനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, ആളെ ഭയങ്കരമായിട്ട് കമ്പനിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പോണതിന് മുന്നേ തന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവാം, വേഗം കുളിച്ചുവിടുന്നൊക്കെ പറയുമ്പം എൻ്റെ മോള് കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സങ്കടമായിട്ട് മാമനെ കൊണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം പറയാം. പിന്നെ എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവാസിയല്ല കേട്ടോ, ജസ്റ്റ് ഒമാൻ ദുബായി ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് കുറേ മുന്നത്തെ ആഗ്രഹമാണ് ആൾക്ക്. ഗൾഫ് കൺട്രീസൊക്കെ ഒന്ന് കാണാനുള്ളൊരു പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അൽഹംദുലില്ലാ പഠിച്ച നിറവേറ്റി കൊടുത്ത്. ഈ ഒരു ചായതാ, ഇത് കാശ്മീരി ടീ അങ്ങനെ എന്തോ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടാക്കാൻ പോവുക, നമ്മൾ നാട്ടിൽ നിന്ന് ഒരാളെ വിളിക്കാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ തന്നെയാണ് നാട്ടിലേക്ക് ഒരാൾ പോകുമ്പം, നാട്ടിൽ നിന്ന് അവരെ വിളിക്കാൻ പോകുമ്പോൾ അവർക്കുള്ള സന്തോഷം അതേപോലെയാണ്. നമ്മൾ തിരിച്ച് നമ്മളെ കൂടെ നിന്നിട്ട് അവരെ എയർപോർട്ടിലേക്ക് നാട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാൻ കൊണ്ടാക്കുമ്പം ആ ഒരു ഫീലിങ്സ് ഇനി എത്ര ആയാലും എങ്ങനെ ആയാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ആളലുണ്ടാവില്ലേ, ആ ഒരു ഫീലിങ്സ് ആയിട്ട്. കാരണം അത് എൻ്റെ സ്വന്തം ഇക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം കിട്ടില്ല, ജസ്റ്റ് 2 ദിവസമേ ആളെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ദിവസമൊക്കെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കാനും ഒക്കെ പഠിച്ചാൽ തൗഫീക്ക് ചെയ്യട്ടെ. ഇനി നാട്ടിൽ പോയിട്ട് എല്ലാവരെയും ഒന്ന് കാണാനും നമുക്ക് പറ്റട്ടെ, ആമീൻ. അപ്പോൾ എയർപോർട്ടിൽ ചെക്കിങ്ങും കാര്യങ്ങളും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് ഇക്കതാ പോവാട്ടോ. അപ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞാൽ
ആൾ പോണത് നാട്ടിലേക്കല്ല, ദുബായിക്കാണ്. എൻ്റെ ചെറിയ കാക്കാൻ്റെ അടുത്താണ്, ഈ കാക്കയുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. അവിടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്, ഏറ്റവും മൂത്ത കാക്ക ഉണ്ട്, പിന്നെ കുറേ കസിൻസുകളുണ്ട്. എൻ്റെ നാത്തൂൻ്റെ താത്താടെ മോള്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് UAE. ഇപ്പോൾ പോണത് ദുബായിക്കാണ്. അവിടുന്ന് അബുദാബി, അല്ലൈന് എല്ലായിടത്തേക്കും പോകും. അങ്ങനെയൊക്കെയാണ് കാക്കാൻ്റെ പ്ലാന്, ഇൻഷാ അല്ലാ. പിന്നെ എന്താ പറയുക, കുറേ നേരം അവിടെ ആ തറ്റത്ത് എത്തോളം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കാക്ക തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഇക്കാക്കൊക്കെ നമുക്ക് തോന്നൂലല്ലോ തിരിഞ്ഞു നോക്കാൻ, ഒരു ഫീലിങ്സ് വരുമല്ലോ എത്ര ആയാലും. അപ്പോൾ നമ്മളിങ്ങനെ പോവോളം അവിടെ അത് കഴിയോളം നമ്മളിങ്ങനെ നോക്കിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ആളൊന്ന് നമ്മൾ വലിയ കുറേ ടൈം ഇരിക്കേണ്ടി വന്നിട്ടില്ല, കാരണം നമ്മൾ അത്രയും ആ ഒരു ടൈം അനുസരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എയർപോർട്ടിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന്, പിന്നെ ഇക്കാക്ക ഇങ്ങനെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോയിക്കോളി, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ഹസ്ബൻഡും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലെത്തി. പിന്നെ അതാ കുറച്ച് അവർ കൊണ്ടുവന്നത്, അതായത് കാക്ക കൊണ്ടുവന്നൊന്നും നമ്മൾ പൊട്ടിച്ച് വെക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ കേട് വരുന്ന ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഴം നിറച്ചത് അതൊക്കെ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബേക്കറി ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര എഗ്ഗിൽ അപ്പം തന്നെ വന്ന പാടനെ നമ്മൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. ഉപ്പ കുറേ കടലമിഠായി, തേൻ മിഠായി, ഈ പോലത്തെ കടലമിഠായി, അങ്ങനത്തെ കുറേ ഐറ്റംസ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുത്തയക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുമായിരുന്നു എന്തൊക്കെയാണ്. പിന്നെ ഇക്കാക്ക കുറേ ബേക്കറി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. പിന്നെ തേൻമുട്ടായൊക്കെ അപ്പം തന്നെ ഇങ്ങനെ കഴിച്ച് കാലി ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. 2-3 പാക്കറ്റായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു പാക്കറ്റ് അപ്പം തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുട്ടികളും എല്ലാവരും കൂടെ ഇരുന്നതൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ്. ഇതൊക്കെ ഉപ്പ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 ഐറ്റം അച്ചാറുകളുണ്ടായിരുന്നു. മാങ്ങ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഒരു മാങ്ങ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ചെറിയ നാത്തൂൻ്റെ ഉമ്മ അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്കും, അച്ചാർ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവർ കൊടുത്തയച്ച അച്ചാറുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഇതിന് എന്താ നിങ്ങളൊക്കെ പറയാം, ഞാനിതിന് മിച്ചറെന്ന് പറയാം. ഇതിന് എന്താ മുട്ട മിച്ചറോ അങ്ങനെ എന്താ പറയും തോന്നുന്നു, എനിക്കറിയില്ലട്ടെ കറക്റ്റ്. പിന്നെ ഹലുവയാണ്, കറുത്തൽവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഈ പാക്കറ്റിലുള്ളത്, അതായത് മറ്റേ പൊട്ടിക്കാത്ത കവറിലില്ലേ, അതിലുള്ളത് എൻ്റെ ഉമ്മയുടെ അനിയത്തി എളീമ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്നാക്കാട്ടാ. നല്ല ടേസ്റ്റിനായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ കാലിയായി എന്നൊക്കെ പറയും, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹോം മെയ്ഡുമാണ്, എളിമ ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിപ്സ്, പിന്നെ കോഴിയാട ഉണ്ടായിരുന്നു. പിന്നെ ഇത് ശർക്കര വരട്ടി. നമുക്കിനി ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇനി അതിൻ്റെ സീസൺ ആയിരിക്കും. അപ്പോൾ ഇത്രയ്ക്ക് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, കൊണ്ടുവന്നതുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഉമ്മയുടെ അനിയത്തി ഉണ്ടാക്കിയ സ്നാക്ക്. നല്ല ടേസ്റ്റാട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് ഉണ്ടാക്കി, നല്ല റവ ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയില്ല. നല്ല സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഉപ്പാനോട് എനിക്ക് കുറച്ച് മണി പ്ലാന്റ്സ് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അടിയിലുണ്ടായിരുന്നതൊക്കെ ഒന്ന് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 2 അച്ചാർ. ഇത് നാരങ്ങച്ചാറും മാങ്ങച്ചാറും. ഇതിൽ ഈ മാങ്ങച്ചാറ് അടിപൊളി ടേസ്റ്റാട്ടാ. പിന്നെ ഞാൻ ഉമ്മയോട് കുറച്ച് തേങ്ങ വറുത്തിട്ട് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു ചേച്ചി വരുന്നുണ്ട് ജോലിക്ക്, അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാണ് കേട്ടോ, തേങ്ങ വറുപ്പിച്ചാണ്. അപ്പോൾ അത്രയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, ഇതുപോലത്തെ വലിയൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. അതെന്തായാലും പെട്ടെന്ന് തന്നെ കഴിയും, പെട്ടെന്ന് തന്നെ കാലിയാവും, അധികമൊന്നും നിൽക്കില്ല. കുട്ടികളും കൂടെ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ ഇതൊക്കെ കാലിയാവും.
കുട്ടികൾക്കൊന്നും പൊതുവെ ഞാൻ ഇങ്ങനത്തെ ബേക്കറി ഒന്നും ഒരുപാട് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയല്ല കഴിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക്. ഇനി പുതിയൊരു വീഡിയോ വെച്ച് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.